ഹലോ, ഇന്ന് സൺഡേ ആയിട്ട് നിങ്ങളുടെ അതൊക്കെ എന്താ സ്പെഷ്യൽ? നമ്മൾ നല്ല ചിക്കൻ ബിരിയാണിയും നെയ്ച്ചോറും ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം എല്ലാവരും കൂടെ കൂടിക്കോളൂ. അപ്പം നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 അല്ലി വെളുത്തുള്ളിയും ഇത്തിരി ചെറിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും പച്ചമുളകും. നമുക്കൊന്ന് ചതച്ചിട്ട് വരാം. അപ്പം നമ്മൾ ആദ്യം ചിക്കൻ കറി വെക്കാനുള്ള ചിക്കൻ നമുക്ക് കുറച്ച് മസാല പുരട്ടി വെക്കാം കേട്ടോ. അപ്പോഴേക്കും ചോറാകുമ്പോഴേക്കും കുറച്ച് മസാല അതിൽ പിടിക്കും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഓരോ ഭാഗത്ത് ഓരോ രീതിയിലായിരിക്കും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി നമ്മൾ കറി ഗ്രേവി ആക്കുന്ന സമയത്ത് കുറേശ്ശെ കൂടി അതിലിടും. ഇപ്പം ഇതൊന്ന് പിടിച്ച് അതൊക്കെ മുളകും ഉപ്പും ഒക്കെ പിടിക്കാനൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെ നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ഗരം മസാല, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പം നമ്മൾ ആദ്യം ചിക്കൻ കറിക്കുള്ള ചിക്കൻ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ ചോറ്റിന് ഇടാനുള്ള ക്യാരറ്റും ഇതൊക്കെ ഒന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അടുത്ത് നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ എന്തിനാണ്, നമ്മൾ ചോറ്റിൽ വറുത്ത് കുറച്ച് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അടുത്തത് വറുക്കണം. അപ്പോൾ നമ്മളിത് കുറച്ച് ചിക്കൻ മാറ്റി വെച്ചത് നമ്മൾ ചോറ്റിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനൊന്ന് മാറ്റി അതിൽ മസാലയൊക്കെ പുരട്ടി വെക്കുന്നുണ്ട്. ഇത് വറുക്കാനുള്ള ചിക്കനാണ്. ഇതിലധികം വറുക്കാനായിട്ട് മസാലകളൊന്നും അത്രയ്ക്ക് ആവശ്യമില്ല, കുറച്ച് മസാലകൾ മതി. മാറ്റി വെക്കാം. അപ്പം നമ്മൾ നമുക്ക് നെയ്ച്ചോറ് വെക്കാനുള്ള പരിപാടിയാണ്. നെയ്ച്ചോറിന് നെയ്ച്ചോറാണോ അല്ല ബിരിയാണിയാണോ എന്ന് അറിയാൻ പറ്റില്ല. എന്നാലും നമുക്ക് ചോറിനിടാനുള്ള ചിക്കനും അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ ക്യാരറ്റ്, സബോള അതെല്ലാം നമ്മൾ വതക്കി സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് റൈസിനുള്ളത് കൂട്ടാം. ഏലക്കായി, പട്ട കുറേശ്ശെ ഇട്ടാൽ മതി. അതിൽ മൂത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് അപ്പം നമുക്ക് നെയ്ച്ചോറാകുമ്പോഴേക്കും വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മളിവിടെ അധികം ചിക്കൻ കറിയിലേക്ക് നമ്മൾ ഏതിനും അധികം എണ്ണ ചേർക്കില്ല കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് ചേർക്കാം. കുറച്ച് ഗരം മസാല, പിന്നെ നമുക്ക് ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലകളൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ആയ ശേഷം നമ്മൾ നേരത്തെ കുറച്ച് മസാലയൊക്കെ ഇട്ട് പുരട്ടി വെച്ച ചിക്കൻ നമുക്കതിൽ ആഡ് ചെയ്യാം. നെയ്ച്ചോറായിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറിലേക്ക് നമ്മൾ കുറച്ച് നേരത്തെ നമ്മളിതൊക്കെ ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് ഫ്രൈ ആക്കി വെച്ചതാട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ആഡ് ചെയ്യാം. കൂടി അതിലേക്കൊന്ന് ആഡ് ചെയ്യാം.
അപ്പം നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ചോറ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മേലെ കൂടെ കുറച്ച് നെയ്യ് ഒഴിക്കാം കേട്ടോ. അധികമൊന്നും വേണ്ട, കുറച്ച്. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ആയിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം.